അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരാൾ ഒരു തടാകത്തിൻ്റെ കരയിൽ നിൽക്കുകയാണ്. അയാളുടെ കയ്യിലൊരു ചെറിയ കല്ലുണ്ട്. ആ കല്ല് അയാൾ ആ തടാകത്തിലേക്ക് എറിഞ്ഞു. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ആ തടാകത്തിന് കരയിൽ നിൽക്കുന്ന ആൾ നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ള ചെറിയ കല്ല് നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ വാക്കുകളാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു വാക്കാണ്, നമ്മുടെ ഒരു സംസാരമാണെന്ന് വിചാരിക്കുക. നമ്മുടെ മുന്നിലുള്ള തടാകം ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരുടെ മനസ്സാണെന്ന് വിചാരിക്കുക. ഇവിടെ ആ കല്ല് ചെറുതാണ്, വളരെ ചെറുതാണ്. നാം പറയുന്ന വാക്കും അതുപോലെ വളരെ ചെറുതായിരിക്കും. ആ കല്ല് തടാകത്തിലേക്ക് വീണപ്പോൾ ഉണ്ടായ ശബ്ദം വളരെ ചെറുതായിരിക്കും. ആ കല്ല് തടാകത്തിലുണ്ടാക്കിയ ഓളങ്ങളും വളരെ ചെറുതായിരിക്കും. പക്ഷേ അത് തടാകത്തിൻ്റെ എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ ചെറിയ വാക്കുകളായിരിക്കും. ആ വാക്കുകൾ കേൾവിക്കാരിൽ നിന്നുണ്ടാക്കിയ പ്രതികരണവും വളരെ ചെറുതായിരിക്കും. പക്ഷേ അയാളുടെ മനസ്സിൻ്റെ എത്ര ആഴത്തിലേക്കാണ് ആ വാക്കുകൾ പോയിട്ടുണ്ടാവുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 10-20 വയസ്സുള്ള ഒരു യുവാവ് പെട്ടെന്ന് ചൂടാവും. ചൂടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ പറയും. ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിലുള്ള പല സംസാരങ്ങളും നടത്തും. അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ആളുകൾക്ക് വേറൊരു സ്വഭാവം കൂടി ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അവരൊന്ന് മാപ്പ് ചോദിക്കും, സോറി പറയും. പെട്ടെന്ന് ചൂടാവുന്ന ആളുകൾ അവരുള്ളിലൊന്നും ഉള്ളത് കൊണ്ടല്ല, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവനൊന്ന് തിരുത്താനും അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉപ്പ അവനോട് പറഞ്ഞു, നീ ദേഷ്യം പിടിച്ചിട്ട് ആരോടെങ്കിലും അവരുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യണം? നിൻ്റെ റൂമിൻ്റെ മതിലിനൊരു ആണി അടിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് ദേഷ്യം തണുത്ത് നീ അവരോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആണി നീ എന്ത് ചെയ്യണം? പറിച്ച് കളയണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ എന്നോട് പറയും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ ആ ഉപ്പ അവനായിട്ട് അവൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ ആ മതിൽ അവർ രണ്ടുപേരും നോക്കി. ആ മതിൽ മുഴുവൻ ആണി അടിച്ചിട്ട് പറിച്ച് കളഞ്ഞ അടയാളങ്ങളാണ്. അവിടെ അവൻ്റെ ഉപ്പ അവനോട് പറഞ്ഞു കൊടുത്തു, നിനക്ക് മതിലിന് ആണി അടിക്കാൻ കഴിഞ്ഞു, ആണി പറിച്ചെടുക്കാനും കഴിഞ്ഞു. പക്ഷേ ആ ആണിയുടെ മൂർച്ച മതിലിനുണ്ടാക്കിയ അടയാളം നിനക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആളുകളോട് നീ സംസാരിക്കുമ്പോൾ നിൻ്റെ വാക്ക് നിനക്ക് തിരിച്ചെടുക്കാം, മാപ്പ് പറയാം. പക്ഷേ നിൻ്റെ വാക്ക് അവരുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവ് അത് നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതവിടെ അങ്ങനെ കിടക്കും. അതുകൊണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കണമെന്ന് ആ പിതാവ് മകനെ ഉപദേശിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം സംസാരിക്കുന്ന നമ്മുടെ കേൾവിക്കാരെ പരിഹാസങ്ങൾ കൊണ്ടോ കുത്തുവാക്കുകൾ കൊണ്ടോ ചീത്തപ്പേരുകൾ കൊണ്ടോ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, നിങ്ങളൊരു സമുദായം മറ്റൊരു സമുദായത്തെ കളിയാക്കരുത്. വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ചീത്തപ്പേര് കൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യുകയും ചെയ്യരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.